2018 ചൈനയുടെ ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തിയ അദ്ദേഹത്തിന്റെ നടപടി ഏകാധിപത്യപരമായി ആ ഭരണം തുടരുവാൻ തന്നെ അനുമതി നൽകുന്നതാണ്. നിലവിൽ ഷി ജിൻപിങ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സെൻട്രൽ മിലിറ്ററി ചെയർമാനും ആണ്. നമുക്ക് തോന്നും എവിടെയൊക്കെയോ ജനാധിപത്യം അപ്രസക്തമാകുന്നത് പോലെ. രാജ്യം ഒരു വൻ സാമ്പത്തിക ശക്തിയായി മാറുന്ന നല്ല വശം മാത്രം നമുക്ക് കാണാം. ഡ്യൂപ്ലിക്കേറ്റുകളെ ഇറക്കി ഒട്ടേറെ ഇലക്ട്രോണിക്സ് ഭീമന്മാരെ മുട്ടുകുത്തിച്ച ചൈന ഇന്ന് ക്വാളിറ്റിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്റർനെറ്റിലും സോഫ്റ്റ്വെയറുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഊർജ നിർമ്മാണത്തിലും കൃഷിയിലും എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടിയ ചൈന നമുക്കൊരു പാഠമാണ്. താരിഫും വ്യാപാര നിയന്ത്രണങ്ങളും ഒക്കെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വിഭവങ്ങൾ അനുഭവിക്കാനും ആവശ്യക്കാർക്ക് വിൽക്കുവാനും ചെയ്യുവാനും കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനുള്ള മാതൃക നമ്മുടെ അയൽക്കാരനെ കണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനിലവാരമുള്ള സൂട്ടും കോട്ടും വാച്ചും കണ്ണടയും മൊബൈലും എല്ലാം വിദേശികളുടെ ഉപയോഗിച്ചുകൊണ്ട് വരൂ, നമുക്ക് നമ്മളുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കാം എന്ന് ഉപദേശിക്കാതെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ബുദ്ധിയും കഴിവും ഭാവനാ സമ്പന്നതയുമായ ഇന്ത്യൻ ജനതയ്ക്ക് അവസരങ്ങൾ മാത്രമാണ് വേണ്ടത്. ഒരു നിസ്സാര ധാന്യ പൊടിപ്പുമില്ല തുടങ്ങുവാൻ പോലും നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്ന് അന്യരാജ്യത്ത് ജോലി തേടിപ്പോകേണ്ടി വന്ന അനുഭവങ്ങൾ കണ്ടും അനുഭവിച്ചുമുള്ള വേദനയോടെയാണ് ഈ വാക്കുകൾ ഞാൻ പറയുന്നത്. അമേരിക്കയും ചൈനയും വളർന്നു നിൽക്കുന്നത് അസൂയയോടെ നോക്കി നിൽക്കുവാനല്ല. ഇവിടെ ഈ മണ്ണിൽ മതവും രാഷ്ട്രീയവും വർഗവും വർണ്ണവും പറഞ്ഞ് രാജ്യം കുട്ടിച്ചോറാക്കാതെ വരും തലമുറകളെങ്കിലും ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കുവാൻ, അഭിമാനത്തോടെ നിലകൊള്ളുവാൻ, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുവാൻ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ അയൽക്കാരനെ ചൈനയെ.